രാജ്യത്ത് നിന്നും ഒരു മാവോയിസ്റ്റ് ഭീകരവാദിയെ പോലും ബാക്കി വെക്കാതെ തന്നെ ഇല്ലാതാക്കുമെന്ന ദൃഢപ്രതിജ്ഞയിലാണ് കേന്ദ്രം മുന്നോട്ടു പോകുന്നത്. ഇപ്പോൾ കാശ്മീരിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ നിഷ്കരണം വധിച്ച് സുരക്ഷാസേന. എന്നാൽ ഈ ഏറ്റുമുട്ടലിൽ 3 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കാശ്മീരിലെ കുൽഗാമിൽ ആണ് ഏറ്റുമുട്ടൽ നടന്നത്. ഈ പ്രദേശത്ത് ഭീകരന്മാർ ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തിരച്ചിൽ നടത്തിയത്. കാശ്മീർ പോലീസാണ് വിവരങ്ങൾ കൈമാറിയത്. ഇതേ തുടർന്ന് ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ തിരച്ചിൽ ആരംഭിക്കുകയും മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും ഓപ്പറേഷൻ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജാർഖണ്ഡിൽ നിന്നും തലയ്ക്ക് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച ഭീകരനെ കൂടെ സുരക്ഷാസേന വധിച്ചിരുന്നു. കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞ വാക്കിനെ അന്വർത്ഥമാക്കുന്ന പ്രകടനമാണിപ്പോൾ സുരക്ഷാസേന കാഴ്ചവെക്കുന്നത്. കാശ്മീർ പോലീസും സുരക്ഷാസേനയും സംയുക്തമായായിരുന്നു ഓപ്പറേഷൻ. അതുപോലെ തന്നെ തിരച്ചിൽ ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഭീകരനെ വധിച്ചതും. തുടർന്ന് ശക്തമായ വെടിവെപ്പുണ്ടാകുകയും ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ സൈനികരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യത്തിന്റെ ചിനാർ കോർപ്സ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 2-3 ഉദ്യോഗസ്ഥർ ഇപ്പോഴും പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. മാത്രമല്ല ഇപ്പോഴും സ്ഥലത്ത് തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ മാസത്തെ തുടക്കം മുതൽ തന്നെ കാശ്മീരിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഓപ്പറേഷൻ അഖാലിന്റെ ഭാഗമായി തന്നെ ഇതുവരെ 5 ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചു. മാത്രമല്ല ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരന്മാർ തമ്പടിച്ചിരിക്കുകയും ഇവരുടെ പക്കൽ വൻ ആയുധശേഖരം ഉൾപ്പെടെ തന്നെ ഉണ്ടെന്നുള്ള വിവരങ്ങൾ സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുകയും കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലപ്പെട്ട ഭീകരന്റെ പക്കൽ നിന്ന് വൻ ആയുധശേഖരം സുരക്ഷാ സേന പിടിച്ചെടുക്കുകയും ചെയ്തു. മാത്രമല്ല ഈ നടന്ന ഓപ്പറേഷനിൽ 2 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇരുവരുടെയും ഉന്നതമായ ത്യാഗത്തിനും ധീരതയ്ക്കും അർപ്പണബോധത്തിനും ഒക്കെ തന്നെ പ്രചോദനമായി അത് തുടരുമെന്നാണ് ചിനാർ കോർപ്സ് അറിയിച്ചത്. വീരമൃത്യു വരിച്ചതിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കുമെന്നും ഇവർ വ്യക്തമാക്കി. ദൗത്യം തുടരുമെന്നും സൈന്യം എക്സിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ 2 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മാത്രമല്ല കഴിഞ്ഞ 9 ദിവസമായി തന്നെ മേഖലയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികൾക്കെതിരായ ഓപ്പറേഷൻ അഖാൽ തുടരുകയാണ്. ഇതുവരെ 10 സൈനികർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഓപ്പറേഷൻ അഖാലിന്റെ ഭാഗമായി തന്നെ ഇതുവരെ 5 ഭീകരവാദികളെ സുരക്ഷാ സേന വധിക്കുകയും ഇതിൽ 3 പേർ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരവാദികളായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഓഗസ്റ്റ് 1-നാണ് ദക്ഷിണ കാശ്മീരിലെ അഖാലിൽ സുരക്ഷാ സേന ഭീകരവിരുദ്ധ ദൗത്യം ആരംഭിച്ചത്. സമീപകാലത്ത് നടന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഭീകരവിരുദ്ധ ദൗത്യമാണ് ഓപ്പറേഷൻ അഖാൽ. മാത്രമല്ല 3 ഭീകരവാദികൾ കൂടി അഖാലിലെ വനമേഖലയ്ക്കുള്ളിലുണ്ട് എന്നും സുരക്ഷാ സേന നേരത്തെ തന്നെ വിവരങ്ങൾ നൽകിയതുമാണ്. പ്രദേശത്ത് സ്വാഭാവിക ഗുഹകളിലാണ് ഇവർ തമ്പടിച്ചിരിക്കുന്നത് എന്നതാണ് സുരക്ഷാ സേന വ്യക്തമാക്കിയതും. അതുപോലെ ദുർഘടമായ പ്രദേശമായതിനാൽ തന്നെ ഭീകരവാദികളെ പിടിക്കുക അതത്ര എളുപ്പമായിരുന്നില്ല എന്നും ഭീകരവാദികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതനുസരിച്ചുകൊണ്ട് നടത്തിയ തിരച്ചിലിലായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായതെന്നും സുരക്ഷാ സേന തന്നെ ഇപ്പോൾ അത് വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.